നമുക്ക് സേതുവിന്റെയും പല്ലവിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് സേതു ലക്ഷ്മിയമ്മയുടെ അടുത്ത് ആരുമില്ലെന്ന് കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ റോഡ് സൈഡിൽ കൊണ്ട് ബൈക്ക് നിർത്തി. പിന്നീട് അങ്ങനെ പതുക്കെ മതിലിന് അതോടെ അങ്ങോട്ട് നോക്കുകയാണ്. ആ സമയത്ത് ലക്ഷ്മിയമ്മ മുറ്റത്തുണ്ടായിരുന്നു. തുളസി തറയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ലക്ഷ്മിയമ്മ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. സേതുവിന് മനസ്സിലായി തന്നെ കാണാനും പോകുന്നില്ലെന്ന്. പെട്ടെന്ന് തന്നെ സേതു എന്ത് ചെയ്തു, അയാളുടെ പാത്തും പതുങ്ങി അങ്ങോട്ടേക്ക് പോയി. ലക്ഷ്മിയമ്മ കണ്ടതുമില്ല. ലക്ഷ്മിയമ്മ വെള്ളമൊക്കെ ഒഴിച്ച് തുളസി ഇങ്ങനെ പരിപാലിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ഇന്ദ്രൻ അതിലൂടെ പോയിട്ട് പതുക്കെ പമ്മിക്കൂടി പുറവശത്തോടെ ചെന്നു. അതിനുശേഷം ബാൽക്കണിയെ കൂടെ കയറി. പറയത്തെ വാതില് കുറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ കഥവും തുറന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് ഇതൊന്നും അറിയത്തില്ലാതെ ലക്ഷ്മിയമ്മ വെള്ളം ഒഴിച്ചിട്ട് ലക്ഷ്മിയമ്മ നേരെ അകത്തേക്ക് കയറി പോരുവാണ്. ആ സമയം സേതുവും പല്ലവിയും കൂടെ ക്ഷേത്രത്തിൽ ചെന്നു. അങ്ങനെ അർച്ചനയ്ക്കൊക്കെ കൊടുത്തതിന് ശേഷം രണ്ടുപേരും മനോരി പ്രാർത്ഥിക്കുകയാണ്. രണ്ടുപേരുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമാണ്, ലക്ഷ്മിയമ്മയെ കാത്തോണെ ഒരാപത്തും കൂടാതെ. കാരണം കുറെ പ്രശ്നങ്ങളിലൂടെയാണല്ലോ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കണേ. ആ പ്രശ്നങ്ങളൊക്കെ മാറണേന്നാണ് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു വന്നപ്പോ തിരുമേനി പ്രസാദം കൊടുക്കുകയാണ്. മഹാലക്ഷ്മി തിരുവോണ നക്ഷത്രം അല്ലേ, അതേന്ന് പറയാണ്. അങ്ങനെ സേതുവിന്റെ കയ്യിലേക്ക് അർച്ചന കൊടുത്തു. അതിനുശേഷം ചോദിച്ചു, മഹാലക്ഷ്മി അമ്മയാണല്ലേ? അതെ അതെ, മഹാലക്ഷ്മി ആയിട്ട് അവർ കുറെ നാള് ദീർഘനാള് വാഴട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ പ്രസാദം കൂടെ കൊടുക്കുക. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് ആ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് സേതുവും പല്ലവിയും കൂടെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് പെട്ടെന്ന് സേതുവിന്റെ കാലവിടുത്തെ പടിക്കെട്ടി തട്ടി. കയ്യിലിരുന്ന പ്രസാദം എല്ലാം കൂടെ താഴേക്ക് ചാടുവാണ്. ഒരു നിമിഷം സേതുവും പല്ലവിയും ഞെട്ടിപ്പോയി. കാരണം അവർക്ക് മനസ്സിലായി എന്തോ ഒരു ദുശകനം ഉണ്ടാവാനായിട്ട് പോന്നു. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കേണ്ട കാര്യമില്ല. അതേസമയം ലക്ഷ്മിയമ്മ ത്രിസന്ധിക്ക് കത്തിക്കാളെ നിലവിളക്കൊക്കെ തൂത്തുടച്ച് വൃത്തിയാക്കി എണ്ണയും തിരിയൊക്കെ ഇടാനായിട്ട് എടുത്തോണ്ട് അങ്ങോട്ട് വരുവാണ്. അപ്പോഴേക്ക് ഇന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. ഇന്ദ്രൻ ഒരു തൂണിന്റെ പെട്ടെന്നും പറഞ്ഞു. ലക്ഷ്മിയമ്മയ്ക്ക് തോന്നി ആരും അവിടെ ഉണ്ടെന്ന് തോന്നുവാണ്. പെട്ടെന്ന് ലക്ഷ്മിയമ്മക്ക് ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. ഇന്ദ്രനാണെങ്കിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുക. ഇന്ദ്രന്റെ കയ്യിലൊരു കയറുമുണ്ട്. ലക്ഷ്മിയമ്മ ഓർത്തു തനിക്ക് തോന്നിയതായിരിക്കും എന്ന് കരുതിയിട്ട് അവിടേക്ക് നോക്കിയിട്ട് വീണ്ടും ആ സെറ്റിയിലേക്ക് വന്നിരുന്നിട്ട് അതിനകത്തേക്ക് എണ്ണയും തിരിയിട്ട് എണ്ണ ഒഴിക്കാൻ തുടങ്ങുവാണ്. ആ സമയം ഇന്ദ്രൻ എന്ത് ചെയ്തു, ഇന്ദ്രൻ പതുക്കെ അങ്ങോട്ടേക്ക് വന്നു. ഇന്ദ്രന്റെ കയ്യിൽ ആ കയറുണ്ട്. ആ കയർ വെച്ച് ലക്ഷ്മിയമ്മയെ തീർക്കാനായിട്ടാണ് പുറപ്പാട്. പിന്നെ ഇന്ന് കയറെ കുരുക്കിടാന്ന് വിചാരിച്ച് വന്നാണ്. പെട്ടെന്ന് ലക്ഷ്മിയമ്മയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നുവാണ്. ലക്ഷ്മിയമ്മ പെട്ടെന്ന് തിരിയണ സമയത്ത് ഇന്ദ്രൻ ആ സെറ്റിക്ക് പുറയിലേക്ക് അവിടെ കുനിഞ്ഞിരിക്കുവാണ്. ലക്ഷ്മിയമ്മ നോക്കിയപ്പോൾ ആരും കണ്ടില്ല. ആരെയും കാണാതെ വന്നപ്പോൾ ലക്ഷ്മിയമ്മ ഓർത്തു തനിക്ക് തോന്നിയതായിരിക്കും. കുറച്ച് സമയമായല്ലോ ഇങ്ങനെ തുടങ്ങിയിട്ടെന്നോർത്തോണ്ട് അങ്ങനെ ചുറ്റും നോക്കിയിട്ട് വീണ്ടും അതിനകത്തേക്ക് എണ്ണയും തിരിയൊക്കെ ഇടാൻ തുടങ്ങുവാണ്. ആ സമയത്ത് ഇന്ദ്രനും പതുക്കെ ഇങ്ങനെ പൊങ്ങി നോക്കുകയാണ്. കാരണം ലക്ഷ്മിയമ്മയെ എങ്ങനെയെങ്കിലും തീർക്കണം എന്നൊരു ചിന്ത മാത്രമേ അവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതേ സമയത്ത് പൂർണിമയ്ക്ക് നല്ല ടെൻഷനായിരുന്നു. പൂർണിമയുടെ അടുത്തേക്ക് അച്ചു ശ്രീഹരിയും കൂടെ വരുവാണ്. എന്ത് പറ്റി അമ്മ? അമ്മയുടെ മുഖമൊക്കെ വല്ലായിരിക്കണേ. എനിക്കെന്തോ വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. എന്തോ വരാൻ പോകുന്ന ഒരു മനസ്സിലിരുന്ന് ആരോ പറയണ പോലെ. പ്രതാപം വന്നിട്ട് ചോദിച്ചു, എന്താ ചേച്ചിക്ക് എന്താ ഇത്ര വിഷമം? അത് പിന്നെ ഞാനാണെങ്കിൽ അവരെ നിർബന്ധിച്ച് ക്ഷേത്രത്തിലേക്ക് വിട്ടതല്ലേ, അതുകൊണ്ട് അവര് വരാത്തൊരു ടെൻഷൻ. അച്ചു പറഞ്ഞു അവരിപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വന്നോളൂ, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ആ സമയത്താണ് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ആ വന്നല്ലോ, ദേ അമ്മയ്ക്ക് നിങ്ങളെ കാണാനിട്ട് ഭയങ്കര മനോവിഷമായിരുന്നു. എന്താ അമ്മ ഇത്? എന്താണെന്നറിയില്ല, എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു പറഞ്ഞൊരു തോന്നലാ മനസ്സേറെ. അതുകൊണ്ട് ഒരു സമാധാനം ഇല്ലാത്തോണ്ട് ഞാനിങ്ങനെ ആദി പിടിച്ചെന്നേ. ഒരാദിയുടെയും കാര്യമില്ല, ഞങ്ങളും കൂടെ എത്തിയില്ലേ. ആ സമയത്ത് പ്രതാപന്റെ മനസ്സിലേക്ക് ചില ചിന്തകൾ വരുവാണ്. ഇന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതെ, ഇനിയിപ്പോ കുടുംബക്ഷേത്രത്തിൽ നിന്ന് അവര് തിരികെ നേരെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ, നേരത്തെ എത്തുന്നെങ്കിൽ അവരെ ഒരു നിമിഷം പിടിച്ചു നിർത്തിക്കണമെന്ന് പറയണം. ഒരു നിമിഷം അല്ല, കുറച്ച് സമയം ഇവിടെ പിടിച്ചു നിർത്തിക്കണം. അതിനുശേഷം അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറഞ്ഞു. പ്രതാപൻ പെട്ടെന്ന് അത് ആലോചിച്ചു. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇവര് എന്തേലും കാരണം പറഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്തണമല്ലോ. സേതുവും പല്ലവിയും പറഞ്ഞു, എന്നാ ഞങ്ങൾ പോട്ടാമെന്ന് പറയണം. പ്രതാപൻ പറഞ്ഞു, അതെന്ത് പോക്കാ പോകുന്നേ? എല്ലാവർക്കും ഒരുമിച്ച് അത്താഴമൊക്കെ കഴിച്ചിട്ട് പിരിയ, അതല്ലേ അതിന്റെ ഒരു ശരി. അത്താഴം കഴിക്കാനോ? അതെങ്ങനെ ശരിയാവും പ്രതാപ എന്ന് പൂർണ്ണമ വെച്ചു. അത്താഴം കഴിക്കാൻ ഇനിയും സമയം കൂടുതൽ വേണം. അത് മാത്രമല്ല ലക്ഷ്മി അവിടെ തനിച്ചല്ലേ ഉള്ളൂ. അപ്പൊ ഇവര് ചെല്ലട്ടെ. അച്ചു പറഞ്ഞു, ഈ അങ്കിളിനൊന്നും അറിയത്തില്ലാത്ത പോലെ അത്താഴം കഴിക്കണം പോലും. സന്ധ്യ പോലും ആയിട്ടില്ല, അതിനുമ്പ് ഇങ്ങനെ അത്താഴം കഴിക്കണേ. പ്രതാപൻ ആകെപ്പാടെ പെട്ടുപോയി. ഇനി എന്ത് ചെയ്യും? അപ്പോഴേക്കും സേതു പറഞ്ഞു, അതെ ലക്ഷ്മിയമ്മ തന്നെയുള്ളൂ, ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങും അമ്മയെന്ന് പറയാം. എന്നാ ശരി, നിങ്ങൾ പോയിക്കോളാൻ പറയണം. പോകുന്നതിന് മുമ്പ് പല്ലവി പറഞ്ഞു, നാളെ നേരത്തെ നിങ്ങൾ 3 പേരും കൂടെ എത്തിയേക്കാം. അവിടുന്ന് പിന്നീട് വൈകുന്നേരത്തെ അത്താഴം കൂടെ കഴിച്ചിട്ടും കൂടെ പോന്നാൽ മതി. ആ കണക്കിന് വേണം വരാനെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അവരങ്ങോട്ട് ഇറങ്ങി പോകുന്നത്. പോയി കഴിഞ്ഞപ്പോൾ പ്രതാപന് ടെൻഷൻ. ദൈവമേ, ഇനി അവർ ചെന്ന് കയറുന്ന സമയത്ത് അങ്ങനെ ഇന്ദ്രൻ അവിടെ കാണുമോ? അങ്ങനെ എങ്ങാനും ആണെങ്കിൽ താനും പെട്ടുപോലോ. ഇന്ദ്രന്
അവിടെ ഉണ്ടെങ്കിൽ തന്റെ കാര്യത്തിനൊരു തീരുമാനമായി. പ്രതാപൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ടെൻഷനായി പോയി. ഈ സമയത്ത് ലക്ഷ്മി അമ്മ എന്ത് ചെയ്തു, നിലവിളൊക്കെ കത്തിച്ച് വെച്ച് നേരെ തുളസി തറയുടെ അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ അവിടെ വെച്ച് വിളക്ക് വെച്ചൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. ആ സമയത്തൊക്കെ പ്രതാപന് ഭയങ്കര ടെൻഷനാ. എങ്ങനെ ഏതാവുന്നു അറിയത്തില്ലാത്തൊരവസ്ഥ. സേതുവും പല്ലവിയും കൂടെ വീട്ടിലേക്ക് പോരുവാണ്. പോരുന്ന വഴിക്ക് സേതുവിനോട് പല്ലവി ചോദിച്ചു, സേതുവേട്ട, സേതുവേട്ടൻ എന്തെങ്കിലും വിഷമമുണ്ടോ മനസ്സിൽ? അതെന്താ പല്ലവി അങ്ങനെ ചോദിച്ചേ? എന്താന്ന് അറിയത്തില്ല, എനിക്ക് മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണം. അപ്പോഴേക്കാണ് ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിയപ്പോ പ്രതാപന. ഇതേ പ്രതാപനങ്ങളാന്ന് പറയണം. എന്തെങ്കിലും പുതിയ കുത്തിത്തിരിപ്പിന് വേണ്ടി വിളിക്കുമായിരിക്കും, നീ കോൾ എടുക്കാൻ പറയണം. അങ്ങനെ പല്ലവിയാണ് കോൾ എടുക്കുന്നത്. ഇത് പ്രതാപനാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സേതു പറഞ്ഞു, എനിക്ക് മനസ്സിലായടോ എന്ന് പറയണം. ലൗഡ് സ്പീക്കറിലാണ് ഫോൺ ഇട്ടിരിക്കുന്നത്. അതെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാ. എന്ത് കാര്യം? പുതിയ കുത്തിത്തിരിപ്പുണ്ടാക്കാനാണോ? അങ്ങനെയൊന്നും പറയില്ല സേതു, ഒരു മരണം നടക്കുമെന്ന് പറയണം. പല്ലവി പറഞ്ഞു, സേതുവേട്ടാ, ഇത് അയാളുടെ സ്ഥിരം നമ്പരാ, അയാൾ ചുമ്മാ എന്തേലുമൊക്കെ പറയുന്നതായിരിക്കും. അയ്യോ, അങ്ങനെ പറയരുത് മോളെ, ഇത് സത്യമായിട്ടുള്ള കാര്യമാ. നീ കാര്യം എന്താ വെച്ചാൽ പറയാൻ പറഞ്ഞുകൊണ്ട് സേതു പെട്ടെന്ന് വണ്ടി ഒതുക്കുവാണ്. അതെ, ഒരാൾ കൊല്ലപ്പെടും. കൊല്ലപ്പെടുമെന്നോ? ആര്? മേലെടുത്ത് മഹാലക്ഷ്മി ഇന്ന് കൊല്ലപ്പെടും. കൊല്ലാൻ പോകുന്ന ഇന്ദ്രനായിരിക്കും എന്ന് പറയണ. ഇന്ദ്രനോ? അതെ. എങ്ങനെയാടാ എന്നൊക്കെ ചോദിച്ചോണ്ട് സേതു അലറുവാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. പെട്ടെന്ന് സേതു കോള് കട്ട് ചെയ്ത് വണ്ടി നല്ല സ്പീഡ് വിടുവാണ്. അപ്പോഴേക്കും പല്ലവിടെ സേതുട്ട പതുക്കെ വണ്ടി എവിടെയും ഇടിക്കും. പക്ഷെ അതൊന്നും സേതു കേൾക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവിടുന്ന് അവിടം വരെ എത്തണമെങ്കിൽ കുറച്ച് സമയം വേണം. ആ സമയത്തിനുള്ളിൽ എന്തേലും സംഭവിക്കുമെന്നൊരു പേടിയായിരുന്നു സേതുവിന്റെ മനസ്സറിയുണ്ടായിരുന്നേ. ആ സമയത്ത് മഹാലക്ഷ്മി തിരുവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ദ്രൻ പിന്നിലേക്ക് വന്നു. അങ്ങനെ കയറെടുത്തിട്ട് അവരെ കൊല്ലാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേനുമാണ് പുറത്തൊരു കാറിന്റെ ഹോണടി ശബ്ദം കേട്ടത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വേണുഗോപാൽ അങ്ങോട്ടേക്ക് വരുവാണ്. ഇയാൾക്ക് വരാൻ കണ്ട സമയം എന്ന് കരുതിയിട്ട് ഇന്ദ്രൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറുവാണ്. അങ്ങനെ വേണുഗോപാല് കാറിൽ നിറങ്ങിയിട്ട് നേരെ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ വേണുഗോപാല് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. നിന്നെ മാത്രമല്ല, നിന്നെ പോലുള്ള എല്ലാ സ്ത്രീകളെ ഞാൻ നമിക്കുവാന്ന് പറയണം. അപ്പോഴേക്കും ലക്ഷ്മി അമ്മ വെച്ച്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ട്, എനിക്ക് നിങ്ങളുടെ കാര്യങ്ങളൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞ് ലക്ഷ്മി അമ്മ അങ്ങ് തിരിഞ്ഞു നടന്നു കഴിഞ്ഞപ്പോഴത്തേനും വേണുഗോപാൽ പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പോയാലോ, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി എന്ന് പറയണം. ലക്ഷ്മി അമ്മ പറഞ്ഞു, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നീ എന്നോട് പറഞ്ഞല്ലോ കുടുംബം രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് നീയാണ് കഷ്ടപ്പെട്ടെന്ന്. എങ്ങനെ? ലക്ഷ്മി അമ്മ പറഞ്ഞു, നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, നിങ്ങൾ എങ്ങനെ നടന്നാന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ടറിയാം. പിന്നെ നിങ്ങൾ എന്റെ മേലെ കുറ്റം ചുമത്തേണ്ട കാര്യമില്ല. നിങ്ങളുടെ അമ്മയുണ്ടല്ലോ, അവരെ തന്നെ പോയി കുറ്റം പറഞ്ഞാൽ മതി. അവര് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ അവരോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാണ് എന്റെ കല്യാണം കഴിഞ്ഞാണ് എനിക്ക് സേതുമാധവൻ എന്നൊരു മകനൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അവർ ആ കാര്യങ്ങളൊക്കെ ഒളിച്ചു വെച്ചു. എന്തിനാണെന്നറിയാവോ? നിങ്ങൾക്കൊരു കുടുംബം രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് എന്നെ കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ നിങ്ങളോട് സത്യം തുറന്ന് പറയാതിരിക്കാനായിട്ട് അവരെന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലായിരുന്നെങ്കിൽ പണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് എല്ലാ ഒരു പെറ്റമ്മയുടെ സ്നേഹവും ലാളനെയൊക്കെ ത്യജിച്ചവനാണ് ആരെന്നറിയാവോ? എൻ്റെ മോൻ സേതുമാധവൻ. അതുകൊണ്ടാണ് ഒരിക്കൽ പോലും അവൻ എൻ്റെ മുന്നിലേക്ക് പോലും വരാതിരുന്നത്. ഇതൊക്കെ നല്ല ദേഷ്യത്തോടു കൂടിയിട്ടാണ് ലക്ഷ്മി അമ്മ അയാളോട് പറയണത്. അതേസമയം ഇന്ദ്രനാണെങ്കിൽ അകത്ത് നിൽക്കുക. ഇന്ദ്രന് കട്ടക്കലിപ്പായി. കാരണം വന്ന കാര്യം ഇതുവരെയായിട്ട് നടത്താൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയോ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.